ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സോയ മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് ഒന്ന് അങ്ങനെ വെക്കുക. ഇതൊക്കെ കുതിർന്ന് ഇതിൻ്റെ ഉള്ളിലത്തെ എന്താ പറയുക, ഒരു പത പോലെയുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറി കിട്ടാനാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് സബോള, ഒരു സബോള, അത്യാവശ്യം വലുപ്പമുള്ള ഒരു സബോളയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചോപ്പറാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് സബോളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സബോള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചോപ്പറിലിട്ടിട്ട് തന്നെ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ സബോള നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു തക്കാളി ചെറുതാക്കി ഒന്ന് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഈ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തിളച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാവുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു ചൊയൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ സോയ ഒന്ന് കഴുകിയെടുക്കാം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഒരു പത പോലെ ഒരു സംഭവം വരും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് പീച്ചി കളഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വാര വെച്ചിട്ടുള്ള ഈ വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളയണം കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഗ്രേവി സോയ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അധികം വെള്ളം ആക്കുന്നില്ല. അതുണ്ടോ, നല്ല സോയ മസാല റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവി ഉണ്ട്, എന്നാൽ അധികം വെള്ളമില്ല. അപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചോറിൽക്കും ചപ്പാത്തികൾക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സോയ മസാല കറിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാനുണ്ടെങ്കിൽ കമൻസിൽ എഴുതി അറിയിക്കുക. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസായിട്ട് ഇനി അടുത്ത ദിവസം കാണാം. താങ്ക് യു.